പൊതുമീഡിയയിലും ഇവരുടെ ഇതിലൊന്നല്ല ഉള്ളത്. ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവർ ആരും ശ്രദ്ധ എത്തിയിട്ടില്ല, അത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് വലിയ സമൂഹം നമ്മൾ ഇതുവരെ പറഞ്ഞൊന്നും കേൾക്കാത്തവരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ശരിക്കും അയാളുടെ ഐഡിയോളജിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് സ്വാഭാവികമായിട്ട് കാലങ്ങളായി കേട്ട് പരിചയിച്ച ഈ ആശയങ്ങൾ അത് മനസ്സിൻ്റെ ഉള്ളിലാകുമ്പോൾ അതിൽ ചന്നി വരുന്ന സമയത്തൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അതാണ് കൊല്ലുക എന്നുള്ളതാണ് പ്രയോഗം. രണ്ടാമത്തത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടികൾക്ക് ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണത്തിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി CJPയും ജൻസി കുട്ടികളും ഒക്കെ കൂടിച്ചേർന്ന് നടത്തിയ പ്രോജ്വലമായ സമരത്തിൻ്റെ അന്ത്യം എന്നുള്ള രൂപത്തിൽ രാജിവെച്ച് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നീറ്റാക്കുന്ന പാറ്റകൾ എന്ന വിഷയം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഒരുപാട് മത്സര പരീക്ഷകൾ 200-ൽ പരം പ്രാവശ്യം അറിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകളും പുറത്ത് അറിഞ്ഞ വിവരങ്ങളാണ് വളരെ കൂടുതൽ എണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും അതിനനുസരിച്ച് ആവർത്തിച്ച് ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വർഷങ്ങളെടുത്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചോർന്നു, ഒന്നും കൂടി പരീക്ഷ എഴുതണമെന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഭരണകർത്താക്കൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരണം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലമാണ്. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും അത് ഹിന്ദി ഭാഷയോടുള്ള അതിനോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഭാഷ രൂപാന്തരപ്പെട്ട് മറ്റു ഭാഷകളിലേക്കൊക്കെ മാറ്റി പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചോർച്ചകൾ സംഭവിക്കുന്നുണ്ടെന്ന് പല ആവർത്തി ഇതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെക്കടങ്ങളിൽ ജോലി ചെയ്യുന്ന പാർട്ടികൾ നിശ്ചയിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഈ വലിയൊരു സംവിധാനത്തെ വളരെ മോശമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് പോയ വാരം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഹുമാനായ TK അഷ്റഫ് സംസാരിക്കുന്നത്. ഇതൊരു വിശാലമായൊരു കടലാണ് ഈ വിഷയം, ഒരുപാട് തരങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഈ പാമ്പ് കടിച്ച ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയൊരു കഥ ഉണ്ട്. അത് പാമ്പ് കടിച്ചു എന്ന് കേട്ടപ്പോൾ 4 പാട്ടിനും ആളുകൾ ഓടി വന്നു. അങ്ങനെ അന്നൊക്കെ ജീപ്പാണല്ലോ മുമ്പ്, ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും കയറി വണ്ടി സ്പീഡിൽ വിട്ടു. ഹോസ്പിറ്റലിലേക്ക് എത്താൻ സമയത്ത് നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ കാണാനില്ല. അത് പാമ്പ് കടിച്ചവനെ കയറ്റിയിട്ടില്ല. എല്ലാവരും വണ്ടി എടുത്തു അങ്ങോട്ട് വിട്ടു. വിട്ടു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പാമ്പ് പാരെ കടിച്ചു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ എടുത്തിട്ടില്ല, ഓനവിടെ റോട്ടിൽ കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പ്രശ്നം വെച്ച് മറ്റുള്ളവർ അവരുടെ കാര്യം നേടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസാനമാണിത്. അതായത് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ജനക്ഷേമത്തിന് വേണ്ടിയാകണം യഥാർത്ഥത്തിൽ ഭരണം. ഇവിടെ ഭരണത്തിന് വേണ്ടിയാണ് ജനക്ഷേമം. വിഷയം മനസ്സിലായോ? അത് മാറണം. അതായത് ഭരണം നിലനിർത്താൻ വേണ്ടിയും ഭരണം ലഭിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഏത് പ്രവർത്തനം ജനം എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല. ജനങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അവരുടെ ഇഷ്യൂസിനെ വളരെ നിഷ്കളങ്കമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുള്ളൂ. അത് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷങ്ങളാകട്ടെ അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അവരുടെ ഭരണം, അവരുടെ സ്വാധീനം, അത് കിട്ടാനുള്ള ചില തന്ത്രങ്ങളായിട്ടും അടവുകളായിട്ടും ഒക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യണത്. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടുത്താതിരിക്കുന്നതും അതുപോലെ തന്നെ പ്രതിപക്ഷം കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ വായിക്കുമ്പോൾ അതൊക്കെ അവരവരെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇത് നമ്മളെ ആവശ്യത്തിനല്ല, നമ്മുടെ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യല്ല എന്നത് അവർക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് പാമ്പ് കടിച്ചോന് ആ പാമ്പ് കടിച്ചോനല്ല പ്രശ്നം, അവനാരും ശ്രദ്ധിക്കണില്ല. അതുപോലെ ജനങ്ങളെ യഥാർത്ഥ ഇഷ്യൂസിനെ വിൽക്കാൻ ആർക്കും പ്രശ്നമല്ല. അവർക്ക് ഈ ഇഷ്യൂ പിന്നെ കൈകാര്യം ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ അവർക്ക് തുടരുക. ഈ ഇഷ്യൂവിനെ ഞങ്ങളാണ് ടാക്കിൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്ത് അവരെ ആ ഇഷ്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യം നേടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നീറ്റിൻ്റെ വിഷയത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും
അനുബന്ധമായ വിഷയങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്താണല്ലോ. ഒരുപാട് മാഫിയകൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അത് സംവിധാനം, അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇടക്കണ്ണികൾ, ഇപ്പോൾ നേരത്തെ നസീഫ് പറഞ്ഞ വിഷയങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഒരു മാഫിയായിട്ട് വളരുന്ന ഒരവസ്ഥ, അതിൽ എത്ര ഒരു വർഷത്തിന് 5 ലക്ഷത്തോളം രൂപ അല്ലേ ഒരു കുട്ടിക്ക് ചിലവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ എത്രയോ ക്യാഷാണ് എന്താ അതിനൊക്കെ കൂടി ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഇതിനകത്തൊക്കെ ഭയങ്കര 5,000 കോടി 6,000 കോടിക്കൊക്കെ സ്ഥാപനം ഓരോരുത്തർ വാങ്ങിക്കണമെന്നൊക്കെ ചെയ്യുന്നത് കോച്ചിങ് സെന്റർ. അപ്പോൾ അതെ അപ്പോൾ അതന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്രേ ഉള്ളൂ, ഇത് ജനങ്ങളുടെ പ്രശ്നത്തെ ഇവിടെ ആരും കൈകാര്യം ചെയ്യണില്ല എന്നുള്ളൊരു ഫീലിംഗ് കുറച്ച് കാലമായിട്ട് സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത് നേരിട്ടൊരു വിഷയത്തെ എന്ത് ചെയ്തു, പിന്നെ കൈകാര്യം ചെയ്തു, അതിനെ ശ്രദ്ധിച്ചു. അത് സംഭവം വരുന്നത് പിന്നെ ഈ പിന്നെ എക്സിൽ ഒരു പോസ്റ്റ് വെച്ചതാണല്ലോ. അതായത് പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ത് ചെയ്തു, ഒരു പരാമർശം നടത്തി. അപ്പോൾ ആ യുവാക്കളൊക്കെ പാറ്റകളാണെന്നുള്ള ആ ഒരു, അപ്പം എന്നാൽ പാറ്റകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്നൊരു ചോദ്യം മാത്രം അവിടെ ഇട്ടു. അതിന് ഫോളോവേഴ്സ് വർദ്ധിച്ചു. അതാണ് പിന്നെ ഓഫ്ലൈനിലേക്ക് വന്നതൊരു വിഷയമായിട്ട് കത്തിപ്പടർന്നത്. അതായത് രാവിലെ നമ്മൾ സാധാരണ അടുപ്പിലുണ്ടല്ലോ ഒരു പിന്നെ തീ പൂട്ടുന്ന പിന്നെ ആളുകളൊക്കെ പിന്നെ ഓലക്കൊടി വെച്ച് ചെറിയൊരു കനലുണ്ടാവുള്ളൂ. അത് ഊതി അതിങ്ങനെ പിടിച്ച് പിന്നെ ചെറിയ ചുള്ളി വെച്ച് പിന്നെ വലിയ വറകണം കൊണ്ടു വെച്ചിട്ട് പിന്നെ വലിയൊരു അഗ്നികോളായി അതേപോലെ എന്തായി ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയാണ്. ഏതായാലും ഇതിൽ ഒരുപാട് സന്ദേശം ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഇനി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ നിലനിൽപ്പുള്ളൂ. അത് ഇവരെ അഡ്രസ്സ് ചെയ്തു, അത് ഇവർക്കൊരു സന്ദേശം ഉണ്ടായില്ല. ഈ CJP എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിൻ്റെ പിന്നിൽ അവർക്കൊരു അജണ്ട ഉണ്ട് എന്ന് സമൂഹത്തിന് തോന്നി അന്ന് അവരെയും കൈവിടും, ആ ടീമിനെയും കൈവിടും. ഇത് കറക്റ്റ് വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് മനസ്സിലാണ്. അത് ആ ഒരു മെസ്സേജ് ഇതിൽ വളരെ ക്ലിയറാണ്. അത് ഭരണകൂടത്തിനും ക്ലിയറാണ്, പ്രതിപക്ഷത്തിനും ക്ലിയറാണ്, ഇനി ഇത് നടത്തുന്ന ആളുകൾക്കും ക്ലിയറാണ്, എല്ലാവർക്കും ക്ലിയറാണ്. മറ്റൊന്നെന്താ വെച്ചാൽ നമുക്കാർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സമാന്തര ലോകം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് നമുക്കെല്ലാവർക്കും അതിൽ ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രി പിന്നെ ഈ വിഷയം വന്നപ്പോൾ രാത്രി പോസ്റ്റ് ഇട്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു, മന്ത്രിമാരുടെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാൻ വേണ്ടി പറഞ്ഞു. കാരണം അവർക്ക് ഇപ്പോൾ ഒരു 20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികളാണല്ലോ ഇപ്പോൾ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ ഭരണത്തിൽ വന്നിട്ട് എത്രയും 10 വർഷം കഴിഞ്ഞില്ലേ അല്ലേ, അതിന് മുമ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഇവിടേക്ക് കടന്നു വന്നു എന്നുള്ള ആ ഒരു നാൾ വഴിക്ക് സാക്ഷ്യം വഹിക്കാത്ത തലമുറയാണിത്. ഇവർ എവിടെയല്ല ഈ പിന്നെ പൊതുമീഡിയയിലും ഇവരുടെ ഇതിലൊന്നല്ല ഉള്ളത്. ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവർ ആരും ശ്രദ്ധ എത്തിയിട്ടില്ല, അത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് വലിയ സമൂഹം നമ്മളിതുവരെ പറഞ്ഞു എന്ന് കേൾക്കാത്തവരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇവിടെ സജീവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ വെറും ഒരു മോഡിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മാത്രമല്ല, ഈ ഇരിക്കുന്ന നമുക്ക് 3 വാക്ക് വരെ സന്ദേശം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മറ്റു പ്രതിപക്ഷത്തിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, അതേപോലത്തെ മതസംഘടനകൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഒരു വേട്ട നല്ലതാണ്. അതായത് അവനവൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടികൾ അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിലും വിശ്വാസത്തിലും അല്ലെങ്കിൽ സംസ്കാരത്തിലും ആണോ പോകുന്നത്, അത് വേറെ ഏതോ ലൈനിലാണോ എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്, ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. അത് ആരതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വേറെ വിഷയം. എന്തായിരുന്നാലും ഒരു പാരലൽ വേൾഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ആ നിലക്ക് അവരുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിൽ ഒരു സന്ദേശം ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ വിഭജന രാഷ്ട്രീയം ടേൺ എടുത്തു എന്നുള്ളത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അത് വല്ലാതെ പിന്നെ നേരത്തെ പോലെ എന്ത് ചെയ്യില്ല, ഇവിടെ ചിലവാകാൻ സാധ്യത വളരെ കുറവ്. ഇനി ഒരു വിഷയാധിഷ്ഠിത രാഷ്ട്രീയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ രാജ്യത്ത് ചിലവാവുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണം എഡ്ജിറങ്ങിയിട്ടുണ്ട്. ഏത് പിന്നെ റോട്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാത്രക്കാർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കിടന്നുറങ്ങാം. ഡ്രൈവർ ഇങ്ങനെ കൂടുമ്പോൾ ഒരു സമാധാനത്തിന് ഇനിയിപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കമ്പിമൊക്കെ പിടിച്ച്, കാരണം വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, എഡ്ജിറങ്ങിക്കണം. അത് കുലുങ്ങിക്കണം. ഇതുവരെ ഞങ്ങൾ കുലുങ്ങൂല എന്നുള്ള നിലക്കാണ് പോയിരുന്നത്. അപ്പോൾ കുലുങ്ങി, സാധനം കുലുങ്ങി. ഇപ്പം എന്താണ്, റോട്ടിലല്ല, വണ്ടി അടിച്ചിലാണ്. അത് സാധാരണ റോഡിൻ്റെ സൈഡിൽ കുറച്ച് വിസ്താരമൊക്കെ ഉള്ളിടത്ത് കൂടി എന്ത് ചെയ്യും, അവിടെ പോകുമ്പോൾ രക്ഷപ്പെടും. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പിന്നെ പോസ്റ്റ് ഉണ്ടാവും, മതിലുണ്ടാവും, പലതുണ്ടാവും. എയിം അടിച്ചിട്ട് നിൽക്കുക പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഒരു പ്രക്ഷോഭം കത്തിച്ച് നിർത്തി പിന്നെ ഈ ക്ഷേത്രക്കൊള്ള,
ഈ പിന്നെ E20 എത്തനോളിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് വിഷയം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. കാര്യങ്ങൾ എന്ത് ചെയ്തു, പിടുത്തം വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല, ഇളക്കം തട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇത് നമ്മൾ കോടതിക്കും ഒരു വലിയ സന്ദേശം ഉണ്ട് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് സന്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതിൻ്റെ പരാമർശം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി വന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നത്. പിന്നെ രണ്ടാമത് കോടതിൻ്റെ മുമ്പ് ഈ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം ഒരു അഭിഭാഷകൻ അവതരിപ്പിച്ചപ്പോൾ, ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് നോക്കിയതല്ല. അത് പറഞ്ഞെന്താ വെച്ചാൽ ആ പരാമർശം നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനും സമയമല്ല എന്നാണ്. നിങ്ങളെ സമയം കളയേണ്ട, ഞങ്ങളെ സമയം കളയേണ്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങളൊന്നും കാണണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കാണാനൊന്നും ഞങ്ങൾക്ക് സമയമല്ല. അതൊരു ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടതിക്കും തന്നെ പരാമർശങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയെ മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ എമ്പാടും കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സർക്കാരിനോട് എതിർപ്പാകാം, അത് ജനാധിപത്യത്തിൽ പിന്നെ പരിഗണിക്കപ്പെടുന്ന വിഷയമാണ്, അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. പക്ഷെ സർക്കാരിനോടുള്ള എതിർപ്പ് കോടതികളോടുകൂടി ഉണ്ടാകുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരരുത് എന്നുള്ള ജാഗ്രത ആർക്കാണ് ഉണ്ടാകേണ്ടത്? കോടതിക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ താല്പര്യങ്ങളോടൊപ്പം കോടതി നിൽക്കുന്നു, ഞങ്ങളുടെ കൺസേൺ തീരെ പരിഗണിക്കുന്നില്ല എന്ന ഒരു മനോഭാവം പുതിയ തലമുറക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പുതിയ തലമുറക്കുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. പിന്നെ കാര്യമില്ല. അപ്പം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്താണ്? ഈ നീതിന്യായ വ്യവസ്ഥൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനോട് ഈ പുതിയ ജനറേഷന് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഈ ഗോദി മീഡിയ പിന്നെ ശരിക്കും ഇത് തുറന്നു കാട്ടി, അത് ഭയങ്കര സന്ദേശം. അതിനെ തുറന്നു കാട്ടി മാത്രമല്ല മറ്റു മീഡിയകൾക്ക് ഭയമുക്തമാവുകയും ചെയ്തു. അതിന്റെ പ്രശ്നം അതാണ് ഇതിൽ ഏറ്റവും വലിയ സാധാരണ കോടിക്കുമ്പോഴേ വലിയ സുജായികളും മറ്റൊരു സാധുക്കളായിട്ടാണ്. അതെ, ഏറ്റവും വലിയ ദൃശ്യം ആ ഗോദി മീഡിയന്റെ ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെങ്ങനെ കൂക്കി ആർത്ത് പറഞ്ഞേക്കണ വിഷയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ അത് ശരിക്കും മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഭയത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ, മീഡിയകൾക്കൊക്കെ എന്ത് ചെയ്തു, അർത്ഥറിയാത്ത ആൾക്കാർക്ക് മടിയില് ഭരണകൂടത്തിന്റെ മടിയിലിരിക്കുന്ന മീഡിയ എന്നുള്ള ആ ഒരു രൂപം ഭംഗിയുള്ള വാക്കാണ്. അതെ അതെ അതെ. പിന്നെ ഏതായിരുന്നാലും ഇപ്പോൾ ഈ CJP ഈ എന്താണ് EJPയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് E20 പിന്നെ എന്നുള്ള അതെ അതെ ജനതാ പാർട്ടി EJP. അപ്പോൾ അത് പിന്നെ എത്തനോള് കലർന്ന പെട്രോള് അല്ലാത്ത പെട്രോള്, ശുദ്ധമായ പെട്രോള് ഞങ്ങളുടെ അവകാശമാണ് എന്ന്. അത് ഇത് വന്നിരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ എല്ലാ പാർട്ടികളും എന്ന് ഒരുമിച്ച് കൂടിയാലോ എന്ന് ഈ അഭിജിത്ത് പിന്നെ ഉണ്ടല്ലോ, അദ്ദേഹം അമേരിക്കയിൽ ചോദിച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ കാർ ഉടമകളും ഒത്തുകൂടിയാൽ എങ്ങനെയിരിക്കും ഈ ചോദ്യം, അതേ പാറ്റേണിലുള്ള ചോദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അതേ പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. എന്ത്, ഈ കാറും ബൈക്കും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒത്തുകൂടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അതിനിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ്. വണ്ടി കേട്ടിരുന്നിട്ട് ഇതിന്റെ വില ഉറക്കാണ്. ഇപ്പൊ നിതിൻ ഗഡ്കരിയാണ് അടുത്ത വിഷയം എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് എത്ര 12,000 കോടിയാണ് അത്ര ഇപ്രാവശ്യം പിന്നെ ഉണ്ടായ അദ്ദേഹത്തിന്റെ കമ്പനീന്റെ വരുമാനം എന്ന് പറയുന്നത്. അതിന്റെ ശതമാനം, അതിന്റെ വർധനവ് അങ്ങനെ ആലോചിച്ച് നോക്കി എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ക്ഷേമത്തിനല്ല, പിന്നെ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ആളുകളുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനാണെന്നുള്ള ജനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്. അതുമായി കൈവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ സന്ദേശമുണ്ട് അതിൽ. ഈ പറഞ്ഞ അതായത് നാട്ടുകാരെ വണ്ടിയൊക്കെ കേടൊന്നാലും കുഴപ്പമില്ല, നമ്മളെ കച്ചവടം ബാക്കിയും അത് ഏറ്റവും വാങ്ങിയായി പോകണം എന്നുള്ളതൊക്കെ ഈ ചോറുന്നതിന് ആർക്കും ഇത് തിരിയല്ലോ. ബാക്കിയുള്ള ആൾക്കാർ വർക്ക്ഷോപ്പിലും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ CJPയുടെ ഈ സമരം ബാക്കിയും കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പിന്നെ സാധാരണ പ്രായമായി അത്തും പിത്തും പറയേണ്ട പ്രായത്തിലെത്തി തോന്നുന്ന ആളുകളൊക്കെ കൊല്ലും, വെടിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പളക്കിങ്ങാണ്ട് പഴയ തോക്കും വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കുട്ടികൾ ഇത്ര വന്നായതും ബാക്കിയൊന്നും എനിക്ക് തോന്നുന്നില്ല, അവർക്കൊന്നും മനസ്സിലായില്ലോ എന്നുണ്ട്. ഞാൻ TJനെ തന്നെ പറയണത്. പിന്നെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കണ്. അവസാനം ഏകദേശമൊക്കെ ഒരു നമ്മൾ സാധാരണ പണ്ടൊക്കെ KLM എന്ന് പറയും, പഴയ മോഡലിന് അറിയാം. അതായത് പറ്റ അങ്ങേ മോഡലെത്തി, എന്നാലും തൊള്ളിക്കൊള്ളാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് കുട്ടികളെ വീണ്ടും പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് പിന്നെ ഇയാൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താ നമുക്ക്? അതിൽ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി BJPയും അതുപോലെ RSS ഒക്കെ ഒരുപാട് സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് വാദങ്ങൾ.
അതിൽ ഇൻസ്റ്റാഗ്രാം രാഷ്ട്രീയമാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ വികൃതിയാണെന്നൊക്കെ രൂപത്തിൽ ഒരു അത് ഗൗരവമുള്ള വിഷയങ്ങൾ ഒരു ഹാസ്യതലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കാനും അങ്ങനെ ഒരുപാട് സംഗതികൾ അങ്ങനെ ഈ കേന്ദ്ര ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ രസകരമായിട്ട് തോന്നിയത് നമ്മൾ കേരളത്തിൽ ഇപ്പോഴും കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജൻസി, അതേപോലെ തന്നെ ജനങ്ങൾ, ഇവരൊക്കെ വിഡ്ഢികളാക്കുന്ന വിധമുള്ള സമീപനമാണ് ശരിക്കും ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള BJP പിന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ പ്രതികരണത്തിൽ മനസ്സിലാവുന്നത്. അതിലിപ്പോൾ ഇയാൾ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു ഡയലോഗാണ്, അതിൽ വിദേശ ഗൂഢാലോചനയാണ്. അതിൽ ശരിക്കും അയാൾ ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെ ക്രോസ് ബോർഡർ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് അത് പിന്നെ വിദേശ ഗൂഢാലോചനയിലൂടെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ ഇവരുടെ വാദങ്ങൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ, ചൈന ഈ 2 രാഷ്ട്രങ്ങൾ ഇൻ്റർനെറ്റ് ബോർഡ്സും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ഇൻ്റർനെറ്റ് യുദ്ധം ആണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ജൻസിയെ കരുവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിനെ ക്രൂവൽ ജോക്ക് എന്നാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ തലമുറയെ ഇപ്പോഴും പരിഹസിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു മറുപടി നൽകാനോ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്നറിഞ്ഞിട്ട് പോലും ഇവരുടെ വായ അടങ്ങുന്നില്ല എന്നത് തീർച്ചയായിട്ടും സമൂഹം ഗൗരവത്തോടുകൂടി കാണാണ്. പിന്നെ നേരത്തെ അഷറഫൊക്കെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു കുറേ മെസ്സേജുകളിൽ ഒന്ന് ഞാൻ കാണുന്നൊരു സംബന്ധിച്ചാൽ ഒരു മാനവ സൗഹാർദ്ദം ഇവിടെ രൂപപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിലെ ആ സമരം പരിശോധിച്ചാൽ അവിടെ ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും ഓടിപ്പാഞ്ഞ് നടക്കുന്നത് മുസ്ലിങ്ങളുണ്ട്, അതുപോലെ ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളുണ്ട്, ആക്ടിവിസ്റ്റുകൾ, അതുപോലെ നിരീശ്വരവാദികൾ അടക്കമുള്ള മുഴുവൻ പിന്നെ ആളുകളും അതിലുണ്ട്. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിലിപ്പോൾ ഒരു മുഹമ്മദ് ജുനൈദ് മാലിക് എന്ന് പറയുന്ന ആ യുവാവിനെ അവർ ശരിക്കും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. വീട്ടുകാരുടെ അടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ പിന്നെ അവൻ്റെ പിന്നെ ഈ സാമ്പത്തിക സോഴ്സ് ഏതാണെന്നുള്ള അന്വേഷണവും റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തി ആകെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിങ്ങൾ നേരത്തെ നസീബ് ചോദിച്ചൊരു ചോദ്യം, ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പിന്നെ ഒരു പ്രായമുള്ള ഒരു പിച്ചുംപേയും പറയുന്ന വിധം TG മോഹൻദാസ് എന്ന് പറയാം, അയാളുടെ സംസാരം അതീവ ഗൗരവമാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും അയാളുടെ ഐഡിയോളജിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് സ്വാഭാവികമായിട്ട് കാലങ്ങളായി കേട്ട് പരിചയിച്ച ഈ ആശയങ്ങൾ അത് മനസ്സിൻ്റെ ഉള്ളിലാകുമ്പോൾ അതിൽ ചന്നി വരുന്ന സമയത്തൊക്കെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അതാണ് കൊല്ലുക എന്നുള്ളതാണ് പ്രയോഗം. രണ്ടാമത്തേത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടികൾക്ക് ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ പോലീസുകാരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ക്രൂരമായ കുട്ടികളെ മർദ്ദിച്ചില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചത്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഇവരുടെ ഐഡിയോളജിയാണ്. നമുക്കറിയാലോ, ഇത് പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഈ RSSൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പിന്നെ അതിൻ്റെ ഫൗണ്ടറാണ് ശരിക്ക് ഹെഡ്ഗവാർ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശരിക്കും മൂഞ്ചെ എന്ന് പറയും, BS മൂഞ്ചെ. ഇദ്ദേഹം ശരിക്കും ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയുടെ അവിടെയുള്ള സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളെ ഒരു മിലിറ്ററി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി പോയ ആളാണ്. രണ്ട് 7-8 ദിവസം അവരുടെ കൂടെ ഇരുന്ന് പഠിച്ച് എന്നിട്ട് ഇന്ത്യയിലും അങ്ങനത്തെ ഒരു വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ ആ ഒരു ആശയം പറഞ്ഞു കൊടുത്ത ആളാണ് മൂഞ്ചെ. അയാളുടെ ശിഷ്യനാണ് യഥാർത്ഥത്തിൽ ഹെഡ്ഗേവാർ, അയാളാണ് RSSൻ്റെ ഫൗണ്ടർ. ഇവരുടെ ആശയങ്ങൾ, അതായത് ജനങ്ങളെ ശരിക്ക് അക്രമാസക്തമാക്കുകയും ക്രൂരമായി അടിച്ചൊതുക്കുകയും കൊലപ്പെടുത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുക എന്ന ഒരു പ്രത്യയശാസ്ത്രം, ഇത് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഒരു പ്രത്യയശാസ്ത്രമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു തേട്ടലാണത്, തേട്ടി വരുന്നതാണ് ശരിക്കും TG മോഹൻദാസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇതൊരു മുസ്ലിമാണ്, ഒരു TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ സംസാരിച്ച കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ് പറയുന്നതെങ്കിൽ ഇവിടുത്തെ പുകിലെന്തായിരിക്കും? അതേപോലെ തന്നെ ഈ പിന്നെ ബലാത്സംഗം ചെയ്യണം എന്ന് ബലാത്സംഗം ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നത് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇതെല്ലാം ശരിക്കും ഒരു പ്രത്യയശാസ്ത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് ജൻസി അവരെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അവരെങ്ങനെ പ്രതിരോധിക്കണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യണമെന്നാണ് കൂട്ടത്തിൽ ചേർക്കാനുള്ളത്.
അല്ല, അതിലൊരു കാര്യം കൂടി പറയണ്ട. അതിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മോഹൻദാസിൻ്റെ വിഷയത്തിൽ ഇത് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറഞ്ഞല്ലോ. കൊല്ലണം എന്ന് പറഞ്ഞു. അവർ ഞാനാണെങ്കിൽ വെടിവെക്കും, ഞാനാണെങ്കിൽ വെടിവെക്കും, കുറേ ആൾക്കാർ ഓടും, കുറേ ആൾക്കാർ വെടിവെച്ചാൽ അവിടെ ശവങ്ങളായി മാറും, പിന്നെ അവർ ബലാത്സംഗത്തിന് ഇഷ്ടമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു നിലക്കും മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഇദ്ദേഹത്തെ വിടുക നമുക്ക്. ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ കാലാവസ്ഥ അദ്ദേഹത്തിൻ്റെ യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇതുപോലെ സമാനമായ കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു രാജ്യവ്യവസ്ഥയല്ലേ, ഒരു നിയമമല്ലേ, അധികാരികളില്ലേ, സംവിധാനങ്ങളില്ലേ? ഇത്രയും ജനാധിപത്യപരമായി വളരെ മനോഹരമായിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റും അതിനോടുള്ള അതൊരു വിജയത്തിലെത്തിയ അത് മീഡിയകളൊക്കെ നല്ല രീതിയിൽ അതിനെ വിലയിരുത്തും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പോറൽ ഏൽക്കാതിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജിനെയും കൂടി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. ആ പ്രിവിലേജ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനല്ല തകരാറ്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നിലപാട് എടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അവർ മറുപടി പറയേണ്ടി വരും. ഇതിലെ കുറേ പരാതികൾ ഇപ്പോൾ വന്നിരിക്കണേ. ഈ ഇത്രയും പരാതിക്ക് ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ സ്വമേധ എടുത്തുകൊണ്ട് എടുക്കേണ്ട സംഗതികൾ. സ്ത്രീ വിരുദ്ധത വരെ എല്ലാ സാധനവും വന്നു. മാത്രമല്ല ഇത്രയും കാലപ്പോൾ ഇയാളെ ജനസി കുട്ടിയൊക്കെ അറിയുണ്ടാവില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയുണ്ടാവും. ഈ ഇത്രയും വൃത്തിയായിട്ട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോയെന്ന് വരെ ഇതുണ്ടാവും.